ഹലോ ഗൈസ്, ഉച്ചക്കത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി എഴുന്നേറ്റ് ഇപ്പോൾ ഒരു ടൈം ഏകദേശം 7 മണി ആവാറായി. ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ടാക്സി ബുക്ക് ചെയ്ത് ടാക്സി വന്ന് നമ്മൾ പോകാൻ പോണത് ബാങ്കോക്കിലെ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ പോണത്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്, ടാക്സിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ ഫുഡ് മാത്രമല്ല കേട്ടുള്ളത്, പർച്ചേസ് ചെയ്യാനാണെങ്കിൽ പർച്ചേസ് ചെയ്യുക. ഷൂ ഐറ്റംസ്, ഡ്രസ്സ്, ബാഗ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ബട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ഫുഡ് കഴിക്കാനും എല്ലാത്തിനും കൂടിയാണ് കണ്ടോ. എല്ലാവരും കയ്യിൽ ഓരോ കവറിൽ സാധനങ്ങളും എല്ലാവരും പർച്ചേസ് ചെയ്തിട്ട് തന്നെ ഇറങ്ങണം. ഞാനും ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വെച്ചു, ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിൽ വാങ്ങാലോ. ഒന്നും പറയാനല്ല കേട്ടോ, അത് എവിടെ നോക്കിയാലും അയ്യോ എന്താ പറയുക, ആൾക്കൂട്ടോ. ഇത് നോക്കി എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം. എനിക്ക് തോന്നി വല്ല ഇത് തായ്ലാൻഡിലോ വല്ല ഫിലിം സ്റ്റാർ ഹീറോയിനാ വല്ലതും ആയിരിക്കുമെന്ന് വിചാരിച്ച്. എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ. ആ പെണ്ണിൻ്റെയാണ് അവിടെ ബോർഡിലൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചേക്കണം. വല്ല ഫേമസ് ആയിട്ടുള്ള വല്ല ജ്യൂസ് അടിക്കരുത്തിയാണ്, എന്താണെന്നറിയില്ല എനിക്ക്. ഞാനും എടുത്തു. ഇവിടെ ഇപ്പോൾ ഫുഡ് സെക്ഷനിലോട്ട് വേറെ വന്നാൽ അവിടെ കുറേ ഫുഡുണ്ട്. ഓരോ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല കേട്ടോ. ഞാനപ്പോൾ കൂടെയുള്ള ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ചില ഫുഡൊന്നും കഴിക്കില്ലെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് ഞാൻ ഇത് ട്രൈ ചെയ്ത് ഈ കിനാവിൽ വിട്ടിരിക്കണതിൽ ആ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അധികം വേവില്ല. അപ്പോൾ ആൾ വെക്കാൻ പറ്റും. ലാസ്റ്റത്തെ പീസ് എന്തോ വേവാത്ത കൂട്ടാണ്. എനിക്കൊരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. വയറിളക്കം പിടിച്ച പെട്ടുപോയി. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു ഇത് കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ അത് കഴിക്കുമെന്ന്. ഇത് മറ്റേ മണ്ടും കാര്യങ്ങളൊക്കെ. അയ്യോ ഇങ്ങനെ കഴിക്കണമെന്നില്ലേ, നമ്മളെ കൊണ്ട് അതൊന്നും പറ്റില്ല, കഴിക്കാനൊന്നും പറ്റില്ല. ഇത് ഫ്രൂട്ട്സ് ഐറ്റംസ്, ഇവിടെ കരിക്കും കാര്യങ്ങളും. ഇത് കണ്ട, ഇത് ചെറിയ ചെമ്മീനാണ് ജീവനുള്ളത്. ഇതിനെ പിടിച്ചിട്ട് ലൈവായിട്ട് അവരെ മുമ്പിൽ വെച്ചാൽ ഡപ്പലിട്ടിട്ട് അതിൽ കുറച്ച് അവരെന്തോന്നൊക്കെ മിക്സ് ചെയ്തിട്ട് കുലിക്കും. മുളക് പൊടിയും കാര്യങ്ങളും എന്തൊക്കെ സാധനം പൗഡറൊക്കെ ഇട്ടിട്ട് കുലിക്കിട്ട് നേരെ കഴിക്കും. അപ്പം തന്നെ ചക്കട്ടുണ്ടാവും, ചില ജീവനുണ്ടാവും, അവർ കഴിക്കുകയും ചെയ്യും. ഞാൻ ഇത് മറ്റേ ഐസ്ക്രീമിൻ്റെ സെക്ഷനിൽ പുള്ളിക്കാരൻ ഫുള്ള് ടാറ്റു. അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത്. പുള്ളിക്കാരൻ കണ്ടപ്പോൾ തന്നെ നല്ല ചിരിയും ചിരിച്ച് നല്ല റെസ്പോണ്ട് ചെയ്യണ കൂട്ടത്തിൽ. പുള്ളി നോക്കിയ തലയിലൊക്കെ ഫുൾ ടാറ്റു, ആ ബോഡി ഫുള്ള് ടാറ്റു. അപ്പോൾ ഞാനും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു പുള്ളി. അപ്പോൾ ഞാനപ്പോൾ ഒരു ഓർഡർ ചെയ്തു. ഞാനപ്പോൾ സ്ട്രോബെറി മിൽക്ക് വിത്ത് ഐസ്ക്രീം അങ്ങനത്തെ സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തതാണ്. ലാസ്റ്റ് കാണുന്ന പടം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ എടുത്തോണ്ടിരിക്കുക. അത് പുള്ളി എല്ലാവരോടും ഭയങ്കര കമ്പനി ആട്ടോ. എല്ലാവരും ചിരിച്ച് തന്നെ പുള്ളി. അതായത് ഒരു ടെൻഷനും ഇല്ല. പുള്ളി മുഖത്ത് അങ്ങനത്തെ ഒരു ഫീലേ കാണില്ല. പുള്ളി ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യണം. അതുകൊണ്ട് വന്ന കസ്റ്റമറിനാലൊരു പോസിറ്റീവ് എനർജി കിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത സാധനം കിട്ടി. ഇതാണ് സംഭവം. വലിയ മധുരമൊന്നുമില്ല. എനിക്ക് പിന്നെ ഷുഗറൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങൾ കാണാമെന്ന് ചോദിച്ചു. പിന്നെ പറയാൻ വിട്ടുപോയത് ഇവിടെ നിറച്ച് ലേഡി ബോയാണ്. ഇപ്പം ഞാൻ ഈ നടക്കുന്ന സമയത്ത് എത്ര ലേഡി ബോയോ എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇഷ്ടംമാതിരി പോയിട്ടുണ്ട്. ഞാൻ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഗേൾസ് മാറിയിരിക്കും, അങ്ങനത്തെ ഐറ്റങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് വാങ്ങാമെന്ന് ചോദിച്ചു. അതായത് ചിക്കനും റോൾ കൂട്ട് ഇങ്ങനെ റെഡിയാക്കി തന്നു. ചിക്കനും റെഡിയാക്കി തന്നു. പിന്നെ പോർക്കിൻ്റെ അതും റെഡിയാക്കി തന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി വേറെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി സാധനമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഫുഡ് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ ഓരോ കണ്ടിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ഇതും എന്തോ ഫുഡാണ്, എന്തോ പായൽ കൂട്ടുള്ള എന്തോ പേര് പറഞ്ഞു എനിക്ക് കിട്ടില്ല. അപ്പോൾ പായ കിട്ടില്ല. പിന്നെ അതാണ് മസാജ്, തായ് മസാജ് അവിടെ നോക്ക്. ഞാൻ നിങ്ങൾക്ക് കാണാത്തതുകൊണ്ടാണ് അങ്ങാട് സൂം ചെയ്തത്. വേറെ അങ്ങോട്ട് നോക്കല്ലേ. ഓക്കെ, ഒരു ചെറിയ ഗ്യാപ്പിൽ വല്ലയിടത്തൊക്കെ നോക്കിയിരിക്കുക. ഇപ്പോൾ കുറേ പേര് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ പേര് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പതിയെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ കിടന്ന് ഉറങ്ങണം. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി റോഡപ്പുറം കിടക്കണം. കിടന്നിട്ട് കാണാം
ടാക്സി ബുക്ക് ചെയ്യാൻ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്ന് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ പോണ ടാക്സി മാറ്റിയിട്ട് ഈ ഓട്ടോറിക്ഷ ആക്കിയിട്ടുണ്ട്. ഈ ഓട്ടോറിക്ഷന് ഭയങ്കര ലൈറ്റും കാര്യങ്ങളാട്ടോ. എനിക്ക് അതിലൊന്ന് കയറണമെന്നാണ്. അപ്പോൾ അതിൽ ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചു. പിന്നീട് ശ്രദ്ധിച്ചു, അത് ഈ ഒരു ബിൽഡിങ് നോക്കിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയില്ല. വീഡിയോ ഭയങ്കരമായിട്ട് ചരിഞ്ഞായിരിക്കണം. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മൾ പെട്ടെന്ന് ഒരാൾ പോയിട്ട് നോക്കിയിട്ടുണ്ടില്ല, ബിൽഡിങ് എന്തോ മറിഞ്ഞ് വീഴാൻ പോകണോട്ടുള്ള ഫീലാണ് നമുക്ക്. അത്രയ്ക്ക് ചരിവുണ്ട്, നല്ല ചരിവ് എന്ന് പറഞ്ഞാൽ നല്ല ചരിവ്. പിന്നെ ബാങ്കോക്കിൽ വരുമ്പോൾ നൈറ്റ് ഇറങ്ങാൻ മറക്കണ്ട കേട്ടോ, അത്രയ്ക്ക് രസമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ. വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.